നമസ്കാരം സുഹൃത്തുക്കളെ, മാന്യപ്രേക്ഷകരെ, എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളിലെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള വാർത്തകൾ ന്യൂസ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഉന്നതമായ ജോലിക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ, അതും ആസൂത്രണ കമ്മീഷൻ പോലെയുള്ള കമ്മീഷനിലേക്കുള്ള ഉന്നത ശമ്പളം കിട്ടുന്ന ജോലികളിലേക്കുള്ള പരീക്ഷകൾ വെറും പ്രഹസനമായി നടത്തിക്കൊണ്ട് തൽപര കക്ഷികളെ എത്രയും പെട്ടെന്ന് ജോലിക്കെടുത്തുകൊണ്ട് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ പിരിച്ചുവിടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നും പറഞ്ഞ് പിൻവാതിൽ നിയമനവും നടത്തി ഡസൻ കണക്കിന് ആൾക്കാർ ഉന്നതമായ ശമ്പളം മേടിച്ചുകൊണ്ട് രാഷ്ട്രീയ ബിസിനസ്സിനെ നടത്തിക്കൊണ്ടിരിക്കുന്നതായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാതിരി കൊള്ളക്കാരെ പിരിച്ചുവിട്ട് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി തക്കതായ ശിക്ഷ കൊടുത്ത് ജനാധിപത്യം നല്ല രീതിയിൽ ജനാധിപത്യത്തിനെ പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പോലുള്ള അഖിലേന്ത്യാ പരീക്ഷകളിലും എപ്പോഴും ക്രമക്കേടുകളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി ഇത് ഒരു സാർവത്രികമായ മദ്യമഫിയായും നാർക്കോട്ടിക്സ് മഫിയായും പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യപേപ്പർ മഫിയയുമായി ഇപ്പോൾ നമ്മളുടെ രാജ്യത്തെ ഈ പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ തഴച്ചു വളരുന്ന ട്യൂഷൻ സെൻറ്ററുകളെ, കോച്ചിങ് സെൻറ്ററുകളെ, ഡോക്ടേഴ്സ് അക്കാഡമി, IAS അക്കാഡമി, IPS അക്കാഡമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ കുട്ടികളെ കഠിനമായ ശിക്ഷണം കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തെ തന്നെ പാഴാക്കുന്നതായ ധാരാളം അക്കാഡമികൾക്കെതിരെ പൂട്ടിടാൻ വേണ്ടി ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്നു. ഈ ഗവൺമെൻറ്റിലിരിക്കുന്നവരൊക്കെ കൂടെ ഒത്തുകൊണ്ടിട്ടാണ് അധികം സ്ഥലത്തും ഈ ചോദ്യം പേപ്പർ ഉന്നതന്മാരാണ് ഈ ചോദ്യപേപ്പറും മറ്റുള്ളതൊക്കെ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഈ അക്കാഡമികൾക്കൊക്കെ ചോർത്തി കൊടുത്തുകൊണ്ട് ഇതൊരു മഫിയ ബിസിനസ്സായി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ മഫിയ ബിസിനസ് ഉള്ളിടത്തോളം കാലം ഇന്ത്യ രാജ്യത്തെ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുകയില്ല. നമ്മുടെ വിദ്യാഭ്യാസം കുട്ടികൾ ഡോക്ടർ, എൻജിനീയർ, ഇങ്ങനെ ഉന്നതമായ വിദേശത്തേക്ക് IELTS എന്നൊക്കെ പറഞ്ഞ് വിദേശത്തേക്ക് MBA എന്നൊക്കെ പറഞ്ഞ് വിദേശത്തേക്ക് കടക്കാനും വേണ്ടിയിട്ടൊക്കെയുള്ള ജനങ്ങളുടെ ഇഗ്നോറൻസ്, അറിവില്ലായ്മ മുതലെടുത്തുകൊണ്ട് ഇവർ തടിച്ചു കൊഴുക്കുകയാണ്. ഈ അധികവും കള്ള സർട്ടിഫിക്കറ്റും കവട സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഈ അക്കാഡമികൾ ഭൂരിഭാഗവും നടത്തപ്പെടുന്നത്. ഇതിനെല്ലാം രാഷ്ട്രീയക്കാർക്ക് കോഴ കൊടുത്തുകൊണ്ടും പാർട്ടി ഫണ്ടിലേക്ക് ധാരാളം സംഭാവന കൊടുത്തുകൊണ്ടും ഒക്കെയാണ് ഇവരൊക്കെ ഈ വിധത്തിൽ പ്രവർത്തിക്കുന്നത്. ഇതിന് നമ്മൾക്ക് പൊതുജന അവബോധമുണ്ടായെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ലോകത്തിലൊരു ഉദ്യോഗസ്ഥനും കോടീശ്വരനും മഹാകോടീശ്വരനും ഒന്നുമില്ല. കുറച്ച് വിദ്യാഭ്യാസമൊക്കെ നേടി മഹാ ബിസിനസ്സായിട്ടുള്ള ലോക കോടീശ്വരന്മാരെല്ലാം തന്നെ ബിസിനസ്സുകാരാണ്. കുട്ടികളെ എൻ്റർപ്രൈസിങ്ങിലും ബിസിനസ്സിലുമാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. മാതാപിതാക്കൾ കുട്ടികളെ പ്രഷറൈസ് ചെയ്ത് യങ് പ്രായത്തിൽ അവരുടെ ഈ നല്ലതായ ഈ പ്രായത്തിൽ തന്നെ നൈരാശ്യം മൂലം ആത്മഹത്യയിലേക്ക് എത്രയോ കുട്ടികൾ പോയിരിക്കുന്നു. വളരെ ദുഃഖകരമായ പരിതാപകരമായ അവസ്ഥയാണ്. ഇതിന് മാതാപിതാക്കൾക്കും അധ്യാപകന്മാർക്കും ഒരുപാട് പങ്കുണ്ട്. കുട്ടികളെ കഠിനമായി ശിക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിലും മറ്റുള്ള സ്കൂളിലൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും പുരാതനമായ പ്രാചീനമായ അടിയും പീഡനവും ഒക്കെ കിട്ടും. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ കേട്ട കുഞ്ഞുങ്ങളുടെ 3 വയസ്സായ കുഞ്ഞുങ്ങളുടെ അവരെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നവരുടെ പീഡനങ്ങളൊക്കെ ഇപ്പോൾ കേട്ട് തലമറിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതാണ് ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ കറപ്ഷൻ. ജനാധിപത്യം എന്ന് പറച്ചിലേ ഉള്ളൂ. പണാധിപത്യവും സ്വജനപക്ഷപാതവും സ്വാതന്ത്ര്യമില്ലായ്മയും മിസ്ലീഡ് പാവങ്ങളെ പറ്റിച്ചുകൊണ്ടിട്ട് തട്ടിപ്പ്, വെട്ടിപ്പ്, കക്കൽ, നക്കൽ, മുക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പൊതുജനങ്ങൾ പ്രതികരിക്കണം. ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ കോക്രോച്ച് പാർട്ടിയൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. ഈ പരീക്ഷകളിലൊക്കെ നടന്നിരിക്കുന്ന എല്ലാ പരീക്ഷകളും തന്നെ ഒരു പരീക്ഷ നടത്താൻ പോലും ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റുന്നില്ല. എന്തൊരു വിരോധാഭാസമാണത്. അവിടെയും എല്ലാം ചോദ്യപേപ്പർ സെറ്റ് ചെയ്യുന്നവർ തന്നെ ചോർത്തി കൊടുക്കുന്നു.
ഒരു ഉത്തരവാദിത്വമില്ലാതെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നും ചാറ്റ് GPT നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാ ഉണ്ടാക്കുന്നു, അതൊന്നും ചെക്ക് ചെയ്യുന്നു പോലുമില്ല. അതേപോലെ പരീക്ഷാ തട്ടിപ്പ് നടത്തി ഉന്നത പോലീസിലും മറ്റുള്ള ഇതിലും PSC പിൻവാതിൽ നിയമനം നടത്തുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഷെയർ മേടിക്കുന്നു, കമ്മീഷൻ അടിക്കുന്നു. രാജ്യത്ത് ഈ പോക്ക് എങ്ങോട്ടാണ് സുഹൃത്തുക്കളെ? ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ കുട്ടികൾ അവർക്കിഷ്ടമുള്ളത് മാർഗനിർദ്ദേശം കൊടുക്കുക, അവരുടെ പ്രതിഭകൾ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ആ പ്രതിഭ കണ്ടെത്തിക്കൊണ്ടിട്ട് അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളിലേക്ക് മാറട്ടെ. ഇങ്ങനെ ഒരു കാരണവശാലും അധികം ചിലവ് വരുന്ന അവനവൻ സ്വന്തം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതായ പൈസ ഈ വിധത്തിൽ വിനിയോഗിക്കില്ല എന്ന് മാതാപിതാക്കൾ തന്നെ തീരുമാനിക്കണം. സുഹൃത്തുക്കളെ, ഇപ്പോഴത്തെ ഈ വിദ്യാഭ്യാസ നിലവാരം ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം എവിടെ ചെന്ന് അവസാനിക്കും? ഏതൊരു ഡോക്ടറും ഒക്കെ ആകുന്നതിന് വേണ്ടി എത്രയോ കാലങ്ങളിലെ പഠനം ആവശ്യമാണ്, സമയം നഷ്ടമാണ്. അത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കും ജനറൽ സിലബസ് ഇത്രയും വർഷങ്ങളോളമുള്ള ജനറൽ പഠിത്തം കൂടാതെ വേറെ എക്സ്ട്രാ കോച്ചിങ്ങിലൂടെയൊക്കെ എന്തു നേടാനാണ്? ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള വിദഗ്ധരായ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഇതിനൊക്കെ ഒരു കറക്റ്റായൊരു ശുദ്ധീകരണം വിദ്യാഭ്യാസത്തിൽ വരുത്തേണ്ടതാണ്. സയൻസും ടെക്നോളജിയും ഇനി എന്തെല്ലാം ഇതൊക്കെയാണെങ്കിലും മനുഷ്യൻ കുറച്ച് കാലങ്ങളിലാണ്, കുറച്ച് ടൈം പീരീഡിലാണ് ഈ ഭൂമിയിലുള്ളത്. ആ ടൈമിൽ അവന് പറ്റുന്നതായ സേവനങ്ങൾ മാനവികതയ്ക്കും മനുഷ്യത്വത്തിനും വേണ്ടി പ്രവർത്തിച്ച് ഏത് രാഷ്ട്രീയ നേതാവാണേലും, ഏത് ബിസിനസ് ടൈക്കൂണായാലും, ഏത് അങ്ങേയറ്റത്തെ ഡോക്ടറായാലും, ഏത് എഞ്ചിനീയർ ആയാലും അവനവൻ ചെയ്തിരിക്കുന്നതായ പ്രവർത്തനങ്ങളാണ് പിൻകാലങ്ങളിൽ വിലയിരുത്തപ്പെടുന്നത്. കുറേ വേറുള്ള രീതിയിൽ പണങ്ങൾ സമ്പാദിച്ച് അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിച്ച് കവടതയിലൂടെ നേടിക്കൊണ്ടിട്ട് തൻ്റെ ജനറേഷന് തന്നെ അല്ലെങ്കിൽ അടുത്ത ജനറേഷനും മോശം വരുത്തിക്കൊണ്ടിട്ടുള്ള സമ്പാദ്യങ്ങളൊന്നും നിലനിൽക്കുകയില്ല. ഇതൊക്കെ കുട്ടികളെ മൂല്യബോധത്തോടുകൂടി പഠിപ്പിച്ച് അവരുടെ താല്പര്യങ്ങൾ ഉയർത്തേണ്ടതാണ്. അടിച്ചേൽപ്പിക്കുന്ന ഉന്തി മരം കയറ്റിയാൽ ആരും മരം കയറിയില്ല. അവനവനിലുള്ള കഴിവുകളാണ് വളരേണ്ടത്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.